ലഹരിക്ക് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികളെ അതിൽ നിന്നൊക്കെ മാറ്റി എങ്ങനെ ഒരു നല്ല ലൈഫിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും? പ്രതാപേട്ട എന്ത് ചെയ്യും? എന്റെ മോനെങ്ങാനും പെട്ടുണ്ടെങ്കിൽ കയ്യും കാലും ഞാൻ തല്ലുപിടിക്കും. അങ്ങനെ തല്ലേ കൊല്ലൊന്നും അല്ല പ്രതാപേട്ട ചെയ്യേണ്ടത്. നമ്മൾ അവർക്ക് നല്ല റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോകും. നമ്മുടെ ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാടുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ. അവിടെ കൊണ്ടുപോയിട്ട് അവർക്ക് അതിനുള്ള ഒരു രോഗം തന്നെയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എന്നിട്ട് അതിനോട് കറക്റ്റ് ആയിട്ടുള്ള മരുന്ന് കൊടുക്കുക. മരുന്ന് വെച്ചാൽ നല്ല ട്രീറ്റ്മെന്റ് തന്നെയാണ്, അത് അവർക്കറിയാം. ആ രീതിയിൽ അവർ ട്രീറ്റ്മെന്റ് കൊടുക്കും. അവർ നമ്മൾ ചേർത്താനും പിടിക്കാം. ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് കൊടുക്കുന്ന പൈസകളൊന്നും എല്ലാവരും ഈ പറഞ്ഞ പോലെ കഞ്ചാവിനൊന്നും അല്ല. പക്ഷെ അവർക്ക് കൊടുക്കുന്ന പൈസയ്ക്ക് നമ്മൾ കണക്ക് ചോദിക്കുക അവരോട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിച്ചെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. നമുക്കൊരു പറഞ്ഞു വരുന്ന രീതിയുണ്ട്. എന്ത് പ്രശ്നത്തിൽ വന്നാലും എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, ആ ഒരു ചിന്ത മാറ്റി വയ്ക്കുക. കാരണം നമ്മുടെ മക്കളും അതിൽ പെടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങനെ പെട്ടിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ കൃത്യമായിട്ടുള്ള റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയിട്ടുള്ള അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകാം. അതാണ് വേണ്ടത്.